മഴക്കാലത്തെ ഒരു പ്രശ്നമാണ് കേട്ടോ ഈ ചെടി ചീഞ്ഞു പോകുന്നത് എന്നുള്ളത്. അതിനുള്ള ഒരു പരിഹാരമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അതായത് നമ്മൾ ചെടി നടുമ്പം എപ്പോഴും ചെറിയ പോട്ടുകൾ മാത്രം എടുക്കുക. കാരണം മഴക്കാലം ആയതുകൊണ്ട് തന്നെ മണ്ണിൽ ഈർപ്പത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. ഇതുപോലെ നമുക്ക് ട്യൂബറായിട്ട് വരുന്നതുണ്ടായിരിക്കും, ചെറിയ സ്റ്റെമ്മായിട്ട് വരുന്നതുണ്ടായിരിക്കും. എങ്ങനെയുള്ള പ്ലാന്റ് ആണെങ്കിലും കുഴപ്പമില്ല, ചെറിയ ചട്ടി എടുക്കുക. വളരെ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ ചട്ടി ഇനിയും ചെറുതാക്കാം. എന്നിട്ട് അന്ന് മണ്ണ് നിറയെ കുത്തി നിറയ്ക്കരുത്. നമ്മൾ ആവശ്യത്തിനുള്ള ഒരു മുക്കാൽ ഭാഗം, അരഭാഗത്തിലും കുറച്ച് കൂടുതൽ മാത്രം നമ്മൾ മണ്ണ് നട്ടാൽ മതി. ഇത് ഇക്സോറയാണ് നമ്മുടെ കയ്യിലുള്ളതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത സോയിൽ കണ്ടോ, ഇതിൽ ചാണകപ്പൊടി ഇല്ല, എല്ലുപൊടി ഇല്ല, ഒന്നുമില്ല. ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ച സമയത്തുള്ള കുറച്ച് ന്യൂട്രിയൻസ് അതിലുണ്ട് എന്നല്ലാണ്ട് പുതിയതായിട്ട് ചാണകപ്പൊടി, എല്ലുപൊടി ഒന്നും ആഡ് ചെയ്യരുത്. നമ്മൾ നട്ടതിന് ശേഷം 3 ആഴ്ച കഴിഞ്ഞിട്ട് മാത്രം വളപ്രയോഗം നടത്തുക. ഈ സോയിൽ കണ്ടില്ലേ, ഇതിൽ നിങ്ങൾക്കൊന്നും കാണുന്നില്ലല്ലോ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഡോളമൈറ്റ് ആഡ് ചെയ്യാം, അതും വളരെ കുറച്ച് മതി കേട്ടോ. ഒരു തരത്തിലുള്ള പ്രഷറും നമ്മൾ പ്ലാന്റിന് കൊടുക്കാതിരിക്കുക. എന്നിട്ട് ആഡ് ചെയ്തിട്ട് മണ്ണ് നിറച്ച് ചെടി നട്ട് ഷെയ്ഡിൽ കൊണ്ടുവയ്ക്കാം. ഷെയ്ഡിൽ ചിലപ്പം മഴ മാറും, പ്രശ്നമൊന്നുമില്ല. കുറച്ച് മഴ കൊണ്ടുവന്ന് വെച്ചിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ അതിന് ഹെവി പ്രഷർ ഈ ഒരു പോട്ടിൽ കൊടുത്തിട്ടില്ലല്ലോ. ചെടി സൂപ്പറായിട്ട് പിടിക്കും. അപ്പം ഇതൊരു ചെറിയൊരു സ്മോൾ ടിപ്പാണ് കേട്ടോ. ഞാനിതിൽ ഓരോന്നും നടുന്നത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ മണ്ണ് നിറച്ചു, കുറച്ച് മണ്ണ് നിറച്ചു. ഇതിന് ഹോളുകളൊന്നും അടഞ്ഞിട്ടില്ല എന്നുള്ള ഉറപ്പ് വരുത്തണേ. അന്തരീക്ഷത്തിൽ ഈർപ്പത്തിൻ്റെ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് ചാണകപ്പൊടി ഇടുമ്പം അത് നമുക്ക് പെട്ടെന്ന് ഫംഗസ് വരും. പിന്നെ ബാക്ടീരിയസും ഫംഗസും വന്നിട്ട് അത് നമ്മുടെ റൂട്ടിനെ അല്ലെങ്കിൽ സ്റ്റെമ്മിനെ ഇൻഫെക്റ്റഡ് ആക്കും. അതുകൊണ്ടാണ് ഒന്നും ആഡ് ചെയ്യരുതെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ റെയിനി സീസൺ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളെ പ്ലാന്റ് വലുതാകുന്നതിനനുസരിച്ച് വലിയ പ്ലാന്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇത് ബാക്കിൽ കാണുന്ന പോലെ തന്നെ വലിയ പോട്ടുകളിലേക്ക് മാറ്റാം. ചെറിയ പ്ലാന്റ് എപ്പോഴും ചെറിയ പോട്ടിൽ നടുന്നതാണ് പ്ലാന്റിനൊന്ന് പെട്ടെന്ന് തന്നെ പിടിക്കാനും വളരാനും നല്ലത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സോയിൽ കണ്ടില്ലേ, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ സോയിലാണ്. ഇപ്പം കമ്പോസ്റ്റ് അങ്ങനെയുള്ള ഒരുപാട് കമ്പോസ്റ്റുകളൊക്കെ അടങ്ങിയ സോയിൽ, അങ്ങനത്തെ സോയിലുകളൊക്കെ ഒഴിവാക്കുക. നോർമലി ഇപ്പം നമുക്കറിയാം ചിലതിനിപ്പം തീരെ വളമില്ല, എന്നാൽ വളം ഒന്നും പ്രശ്നമില്ല. ഈ മഴക്കാലത്ത് നമ്മൾ വളം ഇട്ടിട്ടും കാര്യമില്ല, മഴ പെയ്ത് പോകുമ്പോൾ പോകുമല്ലോ. അപ്പോൾ നമുക്കിപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ഒന്ന് പിടിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. അപ്പം നമ്മൾ ജസ്റ്റ് ഇതിൽ പ്ലാന്റ് ചെയ്യുക, എന്നിട്ട് ഷെയ്ഡിൽ വെക്കുക. ഇനിയിപ്പോൾ ഷെയ്ഡിൽ വെക്കാൻ പറ്റിയില്ല എന്ന് വെച്ചിട്ടും ഒരു പ്രശ്നമില്ല കേട്ടോ. കാരണം നമ്മൾ മഴക്കാലത്ത് നടുന്നതുകൊണ്ട് അത് സർവൈവ് ആയി പോകും. അങ്ങനെ ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ കണക്കാക്കിയിട്ടാണ് നമ്മൾ ഈ സോയിൽ നടുന്നത്. പിന്നെ ചട്ടിക്ക് ഓട്ടയുണ്ടെന്ന് ഉറപ്പ് വരുത്തുക, വെള്ളം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നട്ടതിന് ശേഷം ഒരു 3 ആഴ്ചയോളം പിന്നെ അതൊന്നും ചെയ്യണ്ട. ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇളക്കാനോ പറിക്കാനോ ഒന്നും പോകണ്ട. അത് നല്ല രീതിയിൽ വളർന്നു വരും. ഇതൊക്കെ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആട്ടോ, മാമൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് തന്നെയാണ്. ഞാൻ ഓൾറെഡി റീലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് പിന്നെയും പറയാത്തത് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൾറെഡി ഞാൻ കുറച്ച് സോയിൽ സെറ്റാക്കിയിട്ട് ഒരു ചാക്കിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് നമുക്ക് ചെടികൾ കിട്ടുമ്പം ഇതുപോലെ നടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് നനയാത്ത നല്ല സോയിൽ കിട്ടും. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മഴക്കാലത്ത് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോവുകയാണ്, ചെടി കിട്ടുകയാണെങ്കിൽ നമുക്ക് അപ്പം സ്പോട്ടിൽ തന്നെ നട്ടുപിടിപ്പിക്കാം. നമുക്കിവിടെ കുറേ സമയമൊന്നും മഴക്കാലമല്ല, കുറച്ച് ടൈമേ മഴക്കാലമുള്ളൂ. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെടി വളരും. ചെടി വളരുന്ന സമയത്ത് വളർന്നു കഴിഞ്ഞ് നമ്മൾ ബാക്കിൽ കാണുന്ന പോലെ വലിയ പോട്ടിലേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് മഴക്കാലത്ത് നമുക്കതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ വെയിലൊക്കെ കൊണ്ട് സോയിലൊന്ന് സെറ്റാവും. പിന്നെ നല്ല രീതിയിൽ എല്ലുപൊടി അതുപോലെ തന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. വേനൽക്കാലത്ത് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലമാകുമ്പം വലിയ പോട്ടിൽ നട്ട് കഴിയുമ്പം നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ചെടി നന്നായിട്ട് വളരാനും അതുപോലെ നന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനും ഒക്കെ ഏറ്റവും നല്ലത് കുറച്ച് വലിയ പോട്ടാണ്. പക്ഷേ ഇപ്പോഴും ചെറിയ ചെടി ഒരിക്കലും വലിയ പോട്ടിൽ നടരുത്, അത്രയേ ഉള്ളൂ കോൺസെപ്റ്റ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിലുള്ള അക്വേറിയൊക്കെ കണ്ടില്ലേ, അതൊക്കെ നല്ല രീതിയിൽ നന്നായിട്ട് വളരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഫിഷിൻ്റെ വേസ്റ്റൊക്കെ വരുന്നതുകൊണ്ട് അതിൽ തന്നെ വളരുന്നതാണ്. പിന്നെ ഈ കാണുന്ന ഒരു ചെടി, ഇതൊരു ടൈപ്പ് റെയർ പ്ലാന്റ് ആണ്, നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പം ഞാൻ അതും നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യാണ്. എപ്പോഴും നമ്മൾ പ്ലാന്റിൻ്റെ എങ്ങനെ ടെക്സ്ചർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ തണ്ട് വെള്ളമുള്ള ടൈപ്പ് പ്ലാന്റുകൾ, ഇപ്പം ചില ചെടികൾ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം സ്റ്റെം അത്ര അങ്ങോട്ട് ഹാർഡായിരിക്കില്ല. ഇപ്പോൾ റോസിൻ്റെ ചെടി പോലെയോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ കാണുന്ന ചൈന ഡോളിനെ പോലെയോ അല്ലെങ്കിൽ അതുപോലെ നല്ല കട്ടിയല്ലാത്ത സ്റ്റെമ്മുള്ള ചെടികളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെള്ളത്തിൽ നമ്മൾ വെക്കരുത്, ചീഞ്ഞു പോകും. അങ്ങനെയുള്ള ചെടികൾ മാത്രം നമ്മൾ കയറ്റി ശ്രദ്ധിച്ച് വെച്ചാൽ മതി. ബാക്കി ചെടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മഴയും ഒരു വേനലൊക്കെ കൊണ്ട് നമ്മൾ ഈ ഒരു വലിയ പോട്ടിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടില്ലെങ്കിലും അവർ സർവൈവ് ആകും. അത് നമ്മുടെ ഒരു ചോയ്സാണ് കേട്ടോ, മാറ്റി വെക്കണോ വേണ്ടേ എന്നുള്ളത്. ഞാനിപ്പോൾ എന്തായാലും നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ ഇൻ്റർലോക്ക് പെയിൻറ്റ് ചെയ്തുകൊണ്ട് അടിയിൽ ട്രേ വെച്ചിട്ടുണ്ട്. അപ്പോൾ ട്രേയിൽ വെള്ളം നിൽക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ കയറ്റി വെച്ചത്. അതും സക്ഷൻ പൈപ്പ് യൂസ് ചെയ്ത് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്ത് വെള്ളം ഒഴിവാക്കാവുന്നതാണ്. പിന്നെ എപ്പോഴും ഈ പോട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മണ്ണ് നിറയ്ക്കാതിരിക്കുക. പ്ലാന്റ് വളരുന്നതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, മിക്സ് ചെയ്തിട്ട്. അതായത് കൗടങ്ങും അതുപോലെ തന്നെ കൊക്കോപ്പീറ്റ് കുറച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഇപ്പം എല്ലുപൊടി അങ്ങനെയുള്ളതൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം.
പ്ലാന്റ് വളരുന്നതിനനുസരിച്ച് കൊടുത്താൽ മതി. അതും ഇടയ്ക്കിടയ്ക്ക് വളം ചെയ്യണമെന്നൊന്നുമില്ല. ഒരു 3 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ ജസ്റ്റ് വളം ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ എന്നെപ്പോലെ ഈ ഉപയോഗിച്ച മണ്ണ് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, നമുക്ക് ഒരുപാട് സോയിൽ അവൈലബിലിറ്റി ഇല്ല എങ്കിൽ മൈക്രോ ന്യൂട്രിയൻസ് ആഡ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. മൈക്രോ ന്യൂട്രിയൻസിൻ്റെ പാക്കറ്റ് കിട്ടും. അത് നമുക്ക് സെയിം തന്നെ വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും അതുപോലെ തന്നെ പ്ലാന്റ്സിനും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. കാരണം നമുക്ക് മണ്ണിൽ നിന്ന് കിട്ടുന്ന ഒരു സ്വാഭാവികമായിട്ട് കിട്ടുന്ന മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. അത് നമ്മൾ പ്ലാന്റ് ഒരേ മണ്ണിൽ തന്നെ ഇങ്ങനെ നട്ടുകൊണ്ട് നിൽക്കുമ്പോൾ അത് ലൂസായി പോവും. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ മൈക്രോ ന്യൂട്രിയൻസ് ആ മണ്ണിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ വളം ആഡ് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മൈക്രോ ന്യൂട്രിയൻസ് ആഡ് ചെയ്യുക എന്നുള്ളത്. അതൊരു 2 ഇയേഴ്സ് 1 ഇയേഴ്സ് ഒക്കെ ഒരു പ്ലാന്റ് ഒരു ചെടിയിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് റീപോർട്ട് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അത് വളത്തിൻ്റെ പോലെ അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടില്ല എങ്കിലും പ്രശ്നമൊന്നുമില്ല. ചില സമയത്ത് അത് ആഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ ഇമ്മ്യൂണിറ്റീനെ അത് നന്നായിട്ട് ബാധിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്താൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മഴക്കാലത്ത് എപ്പോഴും ഇൻഫെക്ഷൻസ് കൂടുതൽ വരും, നമുക്കാണെങ്കിലും ചെടികൾക്കാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം ഇടയ്ക്ക് ഒരു പ്രശ്നവും ഇല്ലെങ്കിലും നീം ഓയിലും അതുപോലെ തന്നെ നമ്മുടെ മുളകില്ലേ പച്ചമുളക്, നല്ല രീതിയിൽ പച്ചമുളക് മിക്സിയിലിട്ടിട്ട് അടിക്കുക. എന്നിട്ട് അരിച്ച് കളഞ്ഞിട്ട് അതിലേക്ക് നീം ഓയിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ഈച്ചകൾ പ്രാണികൾ അതൊക്കെ പൊയ്ക്കോളും. അത് വല്ലപ്പോഴും ചെയ്താൽ മതി. നല്ല മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുന്ന സമയത്ത് മഴയുടെ ഒരു ഗ്യാപ്പ് കിട്ടുമല്ലോ, ആ സമയത്ത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് വെയിൽ വരുമ്പം അതെല്ലാം പൊയ്ക്കോളും. ഉറുമ്പ് അതൊക്കെ പോകും കേട്ടോ. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്മെല്ല് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പം പെട്ടെന്ന് മൈക്രോബ്സ് ആണെങ്കിലും ഇതാണെങ്കിലും പെട്ടെന്ന് വരില്ല. എന്നാൽ കുറേ നേരം അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റം കൂടി അവിടെ ചെയ്ത് വെക്കുന്നത്. പിന്നെ മഴക്കാലത്ത് പൂവ് കുറവായിരിക്കും, അതിനാരും ടെൻഷൻ അടിക്കുന്നത് വേണ്ട. ചില ചെടികൾ അങ്ങനെയാണ്. മഴ കഴിഞ്ഞിട്ട് നമ്മൾ DAP ഇട്ട് കൊടുത്താൽ മതി. മഴ ഒരുപാട് ഇഷ്ടമുള്ള ചെടികളും ഉണ്ട് കേട്ടോ. ഒരു തരം ഫേണാണ് ബേർഡ് നെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് മഴ ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ്. പക്ഷെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, അത് ഇങ്ങനെ എന്താ പറയുക ചെമ്മണ്ണ് വളരെ വെള്ളം ലോഗി ആയിട്ട് നിൽക്കുന്ന അങ്ങനത്തെ ഒന്നും ഇതിൽ നടരുത്. നല്ല പൂഴിയോ അല്ലെങ്കിൽ നല്ല ഡ്രെയിനേജ് ഉള്ള മണ്ണ്, ചുവന്ന മണ്ണായാലും കുഴപ്പമില്ല. അങ്ങനത്തെ സോയിലാണെങ്കിൽ നല്ല രീതിയിൽ വളരും. ഞാൻ എൻ്റെ ഒരു ബേർഡ് നെസ്റ്റിന് നിങ്ങളെ കാണിച്ചു തരാം. അത് ത്രൂ ഔട്ട് ദ ഇയർ അതൊരു വളർച്ചയില്ലാണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷെ മഴ പെയ്തതും അതിന് പുതിയ ലീവ്സൊക്കെ വരാൻ തുടങ്ങി. അത് ഞാനൊരു നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ഒരു ചേഞ്ച്. ഈ കാണുന്നത് നല്ലൊരു അടിപൊളി പ്ലാന്റാണ്. ഇതിൻ്റെയൊക്കെ ഇപ്പോൾ തണ്ട് കണ്ടു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വന്ന ഈ പ്ലാന്റില്ലേ, അതിൻ്റെ തണ്ട് കണ്ടാൽ തന്നെ നമുക്കറിയാം അതിന് ഒരുപാട് വെള്ളം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരു പ്ലാന്റാണ്. കാരണം തണ്ടിൽ ഒരു തരം അത്ര സ്ട്രോങ് അല്ലാത്ത ഹാർഡല്ലാത്ത സ്റ്റെമ്മാണുള്ളത്. അപ്പം വൺസ് അത് നനച്ചു കഴിഞ്ഞാൽ തീരെ അത് നനയ്ക്കണ്ട. അത് കുറേ കാലം കഴിഞ്ഞിട്ട് നനച്ചാൽ മതി. അതായത് സോയിൽ നല്ലോണം ഡ്രൈ ആകുമ്പോൾ മാത്രം നനച്ചാൽ മതി. അങ്ങനെയുള്ള കുറേ ചെടികളുണ്ട്. അതും മാത്രം നമ്മൾ ടേക്ക് കെയർ ചെയ്ത് വെക്കണം. ബാക്കിയെല്ലാം നമ്മൾ പുറത്ത് വെച്ചിട്ട് ഒരു പ്രശ്നവുമില്ല, നല്ല രീതിയിൽ വളരും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ. ഈ ഒരു സെറ്റപ്പ് നമ്മൾ വൺസ് ഒന്ന് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിയാണ് കേട്ടോ. പിന്നെ എപ്പോഴും നമുക്ക് പെട്ടെന്ന് പ്ലാന്റ് കിട്ടിയാലും അല്ലെങ്കിൽ നമ്മളിപ്പം എന്തെങ്കിലും ബിസി ആയിരിക്കുന്ന സമയമാണെങ്കിലും ഇതിന് ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട. കാരണം എല്ലാം അവിടെ റെഡിമെയ്ഡ് ആണല്ലോ. റെഡിമെയ്ഡ് മിക്സ് അവിടെ സെറ്റാക്കി വെക്കുക. നല്ലൊരു ചാക്കിൽ കെട്ടി ടൈറ്റായിട്ട് മഴ കൊള്ളാണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സെറ്റാക്കിക്കാം. ഈ ഒരു ടവലും അതുപോലെ തന്നെ ഞാനിതിനെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വൺസ് എല്ലാം സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടികൾ കഴിയും. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഫുൾ ചെടികളുടെ ഒരു ഗാർഡൻ ടൂർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കയ്യിലുള്ള എല്ലാ ചെടികളും കാണാം. നമ്മുടെ ചാനലിലെ ബോൺസായി കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിരുന്നു. അതനുസരിച്ച് നമ്മൾ തെങ്ങ് ബോൺസായി ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതും അത്യാവശ്യം ഇപ്പം നല്ല രീതിയിൽ ഗ്രോത്ത് ആയിട്ടുണ്ട് കേട്ടോ. അത് ഞാനിപ്പോഴും അതിനൊന്ന് മിനുക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. ആ ഒരു ബോൺസായി ഞാൻ നിങ്ങൾക്കൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ആക്ച്വലി ഈ തെങ്ങിനാണെങ്കിലും ഏത് പ്ലാന്റിനാണെങ്കിലും മഴ അടിപൊളിയാണ് വളരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബോൺസായി പ്ലാന്റ് ഒക്കെ എടുത്ത് ഇനി നമുക്കതിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു വയർ ടൈ ചെയ്യുന്ന പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് കാണിച്ചത് നിങ്ങൾക്ക് അതും യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നല്ല ചെറിയ തെങ്ങ്, നല്ല ഭംഗിയല്ലേ, അതും ചട്ടി